എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയെ കാണാതെ ചന്ദ്രമതി ആകെപ്പാടെ സമതല തെറ്റിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സുധി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുവാണ്. അപ്പൊ സുധുവിനെ പരിചരിക്കാനായിട്ട് ശ്രുതിയാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവർ തമ്മിൽ കൂടുതൽ അടുക്കുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ പൂമാല കെട്ടാൻ സഹായിക്കുന്നൊക്കെ ഉണ്ട് സച്ചി. പിന്നീട് തനിക്ക് ഈ പണി പറ്റില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എഴുന്നേറ്റ് പോവാണ്. ഇതിന് ശേഷം കുറെ രാത്രിയായി കഴിഞ്ഞിട്ടും സുധീനെ കാണാതെ വന്നപ്പോൾ ചന്ദ്രമതിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. അവൻ ഇത് എതിരോടെ പോയി. ഇത്ര സമയം താമസിക്കുന്നല്ല, എവിടെ പോയാലും പെട്ടെന്ന് വരേണ്ടതാ. വീട്ടിൽ നിന്നാണെങ്കിൽ സച്ചി അവനെ വഴക്ക് പറയുകയും ചെയ്തു. അപ്പൊ അതിന്റെ വിഷമത്തിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുവാണ് അവന്. ചന്ദ്രമതിക്ക് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് ഇല്ലായിരുന്നു. പിന്നീട് എന്ത് ചെയ്യുവാണ്, നേരെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല ഇതുവരെയായിട്ട് സച്ചി അല്ല സ്തുതി വന്നിട്ടില്ല എന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അവൻ എവിടെ പോകാനാ, അവന് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നോളും. കഴിഞ്ഞ പ്രാവശ്യത്തപ്പോൾ എവിടെയെങ്കിലും ഒക്കെ തെണ്ടി തിരിയും, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നോളും. വേറെ പോകാൻ സ്ഥലവും വീടും ഒന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സമയം പാതിരാത്രിയായി. ഇത്ര സമയം സ്തുതി ഒരിടത്തും പോയിരിക്കുന്നതല്ല. ഞാൻ അവനെ ഫോൺ ചെയ്ത് നോക്കിയപ്പം ഫോൺ സ്വിച്ച് ഓഫാ. അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവൻ ഒരിടത്തും പോയിരിക്കില്ല രവിയേട്ട. അവനെ കുറ്റി ഒന്ന് അന്വേഷിക്കണമെന്ന് പറയാം. പിന്നെ ഈ പാതിരാത്രിക്ക് ഞാൻ എവിടെ പോയി അന്വേഷിക്കാനായിട്ടാ, അവൻ തന്നെ ഇങ്ങോട്ട് വന്നോളും. അല്ലെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അന്വേഷിക്കാനായിട്ട്. അവൻ എവിടെയായാലും കറങ്ങി തിരിയുന്നുണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ ഇങ്ങ് വന്നോളൂ എന്ന് പറയാം. അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ പറയുള്ളൂന്ന്. നിങ്ങൾക്ക് ആ സച്ചിയോടാണുള്ള സ്നേഹം. അവനാ വരാതിരിക്കുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ മൂട്ടിന് തീ പിടിച്ച പോലെ ഇവിടെ പാഞ്ഞു നടന്നേരം. സ്തുതി ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നേ. ഓ അങ്ങനെയാണോ നിന്റെ മനസ്സിലിരിപ്പ്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എന്റെ 50 ലക്ഷം കൊണ്ട് പോയി കടന്നു കുളിച്ചിട്ട് വന്നവനവന്. പിന്നെ അവന് വീട്ടിൽ കെട്ടിയത് എന്റെ മര്യാദ. പിന്നെ അവൻ എങ്ങോട്ടെങ്കിലും പോയപ്പോ ആ പുറകെ അന്വേഷിച്ചു പോകാനായിട്ട്. എവിടെയെങ്കിലും പോയി കിടക്കുവാണെങ്കിൽ കിടക്കട്ടെ, എന്തിനാ ആ പുറകെ ഞാൻ അന്വേഷിച്ചു പോകുന്നു പറയണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് രേവതി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാ വരുന്നത്. എന്നും വൈകുന്നേരം ചന്ദ്രമതിക്ക് കിടക്കുന്നതിന് മുമ്പ് ഗ്ലാസ് പാല് കുടിക്കുന്ന ശീലമൊക്കെ ഉണ്ട്, നല്ല ഉറക്കം കിട്ടാനായിട്ടാ. ഇതുകൊണ്ട് വന്ന് ഈ കൊടുക്കുന്ന സമയത്ത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണ്. ചന്ദ്രൻ ഇത് ഭയങ്കരമായിട്ട് രേവതിയോട് അങ്ങോട്ട് കിടന്ന് ദേഷ്യപ്പെടും. അവളൊരു പാലും കൊണ്ട് വന്നേക്കുന്നു, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. നീ ഒറ്റ എടുത്ത് ഇതിനെല്ലാം കാരണം. നീ എന്ന് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നോ അന്ന് ഈ കുടുംബത്തിന് സമാധാനം പോയതാ. എന്റെ മോൻ ഈ വീട്ടിൽ നിന്ന് പോയി. ആ 50 ലക്ഷത്തിന്റെ കാര്യം നിന്ന് ഓർത്തു നോക്കി. നീ കാരണമാ വേറൊരു പെണ്ണ് ആ 50 ലക്ഷം കൊണ്ട് പോയത്. രേവതിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന്. അമ്മ എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലായല്ലോ. ഞാൻ എന്ത് തെറ്റിയെന്നാന്ന് ചോദിക്കുവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രമതി പറയുന്നതിനൊക്കെ ഒരു വാക്കൊക്കെ ഒരു വേണം കേട്ടോ. വായി തോന്നുന്നു എന്തും വിളിച്ചു പറയാന്ന് നിനക്കൊരു വിചാരമുണ്ട്. അതൊന്നാ വേണ്ടാന്ന് വേണം. അമ്മയ്ക്ക് പാല് വേണേ കുടിക്കുക എന്നാന്ന് പറഞ്ഞ് നീട്ടുവാണ്. ചന്ദ്രമതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അവളൊരു പാലും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ്. രവീന്ദ്രൻ പറഞ്ഞു, രേവതി എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അവളോട് ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പൊ സച്ചി കേട്ടു ഇത്ര സമയമായിട്ടും സുധി വന്നിട്ടില്ല. അപ്പൊ സുധി വരാത്തന്നെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി ചന്ദ്രമതി ഇരിക്കുകയാണ്. സച്ചി വന്നപ്പോഴേ പറഞ്ഞു, ആഹാ അന്ന് ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കാം. കംപ്ലൈന്റ് കൊടുക്കുമ്പോ എന്താന്ന് എഴുതണ്ടേ, 50 ലക്ഷമായിട്ട് മുങ്ങിയ സുധി. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കണോ? പിന്നീട് വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും താൻ മുങ്ങിയേക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കംപ്ലൈന്റ് അങ്ങോട്ട് കൊടുത്താലോ, പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനമാവെന്ന് പറയണം. ചന്ദ്രപതിക്ക് ദേഷ്യം. ചന്ദ്രപതി, എടാ ഈ അവസ്ഥയിലല്ല നീ കുത്തി നോക്കേണ്ടതിന്, പിന്നെ എപ്പ കുത്തി നോക്കണമെന്നാ പറയണേ. അവൻ പോയിട്ടുണ്ടെ പോയപടി തന്നെ തിരിച്ചു വരും. അവന്റെ ആ കാര്യം അറിയാലോ. 50 ലക്ഷം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ആദ്യത്തെ പോക്ക് പോയത്. അത് സേഫ് ആയിട്ട് എവിടെയോ കൊണ്ടേ വെച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നു. കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയണ്ടേ. വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബത്തിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ മുങ്ങിയതാ ആ പൈസ തരാതിരിക്കാൻ വേണ്ടിട്ട്. അവന്റെ ഊടായ്പൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് അവന്റെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ചോറൊക്കെ തന്നെയാണ് ഉണ്ടെന്നേ, നമുക്ക് അവന്റെ ഊടായ്പൊക്കെ മനസ്സിലാവെന്ന് പറയാം. ചന്ദ്രപതി പറഞ്ഞു, എടാ മോനെ അങ്ങനെയൊന്നും പറയല്ലേ, സത്യമായിട്ടുള്ള കാര്യ. അവനെ പറ്റിച്ചൊരു പെണ്ണ് പൈനം കൊണ്ട് പോയതാന്നറിയാം. പിന്നെ ഇത് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കണം, അല്ലെങ്കിൽ അവൻ ഇന്ന് എവിടെ പോയി? അവന്റെ ഈ പണമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം പോലും മാറി വീട്ടിൽ നിൽക്കില്ല. ഫുഡ് കഴിക്കാനുള്ള പൈസ പോലും വേണ്ടേ, അതുപോലും അവന്റെ കയ്യിലില്ല. പിന്നെ അവൻ എങ്ങോട്ട് പോയെന്നാ പറയാണ്. ചന്ദ്രമതിക്ക് ആ പാട് ഉത്തരം മുട്ടി. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു സുധി. സുധീനെ നോക്കാനായിട്ട് ശ്രുതി അടുത്തുണ്ട്. അപ്പൊ ശ്രുതി കണ്ണു തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രുതിനെയാ കാണുന്നേ. പിന്നീട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ എവിടെ എത്തിയത്? പിന്നെ ശ്രുതി പറയാ, നിങ്ങളെ കൊണ്ടുവന്ന് ഞാനാ. അങ്ങനെയൊക്കെ അവർ നമുക്കൂടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ശ്രുതി എനിക്ക് കാര്യം ചെയ്യാം, നിങ്ങളുടെ വീട്ടിലെ നമ്പർ ഇങ്ങോട്ട് ആട്ടെ, ഞാൻ വിളിച്ചു പറയാം അവരോട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വിളിച്ചു പറയാം. അവരെ അറിയിച്ചുമ്പോൾ ആരും വീട്ടിൽ നിന്ന് വരുമല്ലോ, പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ അടുത്ത് ഇരിക്കും എന്ന് പറയാം. പക്ഷെങ്കിൽ ശ്രുതി പറഞ്ഞു, വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ആരുമില്ല വിളിച്ചു പറഞ്ഞാലും വരാനായിട്ട്.
ഇപ്പൊ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും വീട്ടുകാർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്നെ അന്വേഷിച്ച് ആരും വരത്തില്ല. ഞാൻ ജീവിച്ചോ മരിച്ചോ എന്ന് പോലും ആരും അന്വേഷിക്കാൻ പോയില്ലെന്ന് പറയണം. അമ്മയുടെ മുഖം മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പൊ അതോടെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ചോദ്യങ്ങൾ വരും. ശ്രുതിയുടെ അടുത്ത് പറയേണ്ടി വരും. താനൊരു വിവാഹപ്പന്തിൽ വെച്ചിട്ട് പെണ്ണിനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവനാണെന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ എന്ത് വിചാരിക്കും തന്നെ കുറിച്ച്. അത് വേണ്ട, അത് ശരിയായ കാര്യമല്ല, പറയണ്ടെന്ന് കരുതി ശ്രുതി അതിനെക്കുറിച്ചൊന്നും ശ്രുതിയോട് പറയുന്നില്ല. പിന്നീട് ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആരും വരാനില്ല, ഞാൻ ഈ രാത്രി നിന്നോളാം. അപ്പൊ ശ്രുതിയുടെ കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളെ നോക്കാൻ നിൽക്കാന്ന് പറയണം. പിന്നീട് ശ്രുതി വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. അപ്പൊ ശ്രുതിക്ക് ഒരു സംശയം, ഇനി ഇവളെന്താ വീട്ടിൽ പോകാൻ നിൽക്കുന്നത്? ഇവൾക്കും ഇനി തന്നെപ്പോൾ തന്നെയാണോ? വീട്ടിൽ ആരും ഇല്ലാത്തൊക്കെയാണോ? അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശ്രുതി പറഞ്ഞു, എൻ്റെ വീട്ടിലും ആരുമില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ നിൽക്കാം, എന്നോട് ആരും ഒന്നും ചോദിക്കാനും പോകത്തൊന്നും ഇല്ല എന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം സംസാരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയും തമ്മിൽ എപ്പോഴും മാറിപ്പോട്ടോ. ശ്രുതിനെ വിളിക്കുന്നുണ്ട് മാഡത്തിന്റെ പിയെ. ശ്രുതി എപ്പോഴും ചെന്ന് വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന മാഡത്തിന്റെ പിയെ വിളിക്കുന്നത്. അങ്ങേരാണെങ്കിലോ അങ്ങേർക്ക് ഞരമ്പരോഗം കൂടുതലാ, പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോൾ ഇച്ചിരി ഇളക്കവും കൂടുതലാ. അപ്പൊ ശ്രുതി എപ്പോൾ വീട്ടിൽ ചെന്നാലും അയാൾക്ക് ഇച്ചിരി ഇളക്കം കൂടുതലുണ്ട്. കിന്നരിച്ചിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് വരും. അയാൾ വിളിച്ചിട്ട് ശ്രുതിനെ വീട്ടിലേക്ക് വിളിക്കുവാണ്, മസാജ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ ശ്രുതി പോകാൻ കൂട്ടാക്കില്ല. ശ്രുതിക്കറിയാം അയാളുടെ നമ്പരാന്ന്. മാഡം ഈ സമയത്ത് എന്താണെങ്കിലും തന്നെ വിളിക്കത്തില്ല. അല്ലെങ്കിലും മാഡം വിളിക്കുന്നുണ്ടോ നേരത്തെ മുൻകൂർ പറയും, ഇന്ന സമയത്ത് വരണമെന്നൊക്കെ. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് അയാളുടെ അടവാന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ശ്രുതി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് ഇതിനെക്കുറിച്ചൊക്കെ ശ്രുതിയോട് സംസാരിക്കുവാണ്, ജോലിയെക്കുറിച്ചും ഇങ്ങനെ ഓരോ ആൾക്കാർ വിളിച്ച് ശല്യപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഓർത്തു, ഓ ഇങ്ങനെയുണ്ട് ഇന്നത്തെ കാലത്ത് ആൾക്കാര്. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പെടാപ്പാടുകളെ എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലാ മുന്നോട്ട് നീ ജീവിക്കാൻ പറ്റുന്നേ. അങ്ങനെ ശ്രുതിയോട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രുതി സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതി ആ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഇത്ര സമയമായിട്ടും ശ്രുതി വരുന്നില്ല, വിളിച്ചിട്ടുണ്ട്, ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എവിടെ പോയി അന്വേഷിക്കും, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. സച്ചി പക്ഷെ നല്ല കൂളായിരുന്നു. സച്ചിക്കറിയാം അവൻ എന്തെങ്കിലും തരികട പരിപാടി കാണിച്ച് എവിടെയെങ്കിലും കാണും. പൈസ തരാൻ പറ്റില്ല, അതുകൊണ്ട് മുങ്ങി നടക്കുന്ന. ചന്ദ്രമതിയോട് പറഞ്ഞു, അവൻ എവിടെയൊക്കെ മുങ്ങി നടന്നു പറഞ്ഞാലും 6 മാസത്തിനുള്ളിൽ എൻ്റെ പൈസ തന്നില്ലെങ്കിൽ അതെനിക്ക് അമ്മ തരേണ്ട വരും. അമ്മയാണ് തരാന്ന് ഏറ്റിരിക്കുന്ന ആള് 6 മാസത്തിനുള്ളിൽ. അതും കൂടെ കേട്ട് ചന്ദ്രമതി ടെൻഷനായി. ഇനിയിപ്പോൾ അവൻ തന്നെയും പറ്റിച്ചിട്ട് പോയതാണോ പറയാൻ പറ്റില്ല. ഇനി എവിടെയെങ്കിലും മുങ്ങിയിട്ടുണ്ടോന്ന്. പൈസ കൊടുക്കാൻ പറ്റാതെ വന്നിട്ട് താൻ ആകെപ്പാട് നാണം കിടും. തന്നോടോ സച്ചി ചോദിക്കത്തുള്ളൂ, ഇനിയിപ്പോൾ ശ്രുതിയോട് ചോദിക്കത്തില്ല, താനാണല്ലോ ഇടനിലക്കാരി. അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ ഉറക്കവും നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ ഒരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചന്ദ്രമതി. അതിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുള്ള ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.